ഹായ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ജമേഷ് സാറിൻ്റെ വീട്ടിലാണ്. വളാഞ്ചേരിയിലാണ് ഈ സൈറ്റ് വന്നിട്ട്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റൂഫിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മൊത്തം 6 പാനലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 3 കിലോവാട്ട് സിസ്റ്റം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കൺവേർഷൻ യൂണിറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റും ഇതാണ് നമ്മളെ പാനലിൽ നിന്ന് വരുന്ന കേബിൾസ്. ഇത് കണക്ട് ചെയ്തിട്ട് സിസ്റ്റം ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പവർ ഇവിടെ സോളാർ ഈ ഒരു ഐക്കൺ വരും. ഈ ഐക്കണിൽ നമുക്ക് കാണാൻ പറ്റും എത്ര എനർജി ജനറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റും. ഇവിടെ നമ്മൾ സോളാർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വില്ലനെ ഞാൻ കാണിച്ചു തരാം. ഹായ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ജമേഷ് സാറിൻ്റെ വീട്ടിലാണ്. വളാഞ്ചേരിയിലാണ് ഈ സൈറ്റ് വന്നിട്ട്. 3 കിലോവാട്ടിൻ്റെ സോളാർ ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഇവർക്ക് കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് അവർ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർക്ക് ഏതാണ്ട് ഇവിടെ എല്ലാ തരം ഉപകരണങ്ങളും ഇവിടെ കറണ്ട് പവർ ഫെയിലിയർ ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കയറി നോക്കാം. ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ള DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസ് ആണ്. ഇലക്ട്രിസിറ്റി ഒക്കെ വെച്ചിട്ടുള്ള 3 ഫേസ് വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇലക്ട്രിസിറ്റി എന്ന് വരുന്ന ഭാഗത്ത് ഒരു ഐസൊലേറ്ററും അതിൻ്റെ അപ്പുറത്ത് ഒരു ELCB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കേസാണ് നമ്മളെ ഇൻവെർട്ടറിൻ്റെ പാർട്ടിൽ ELCB കൊടുക്കുക എന്നുള്ളത്. മിക്ക വീടുകളിലും പഴയ വീടുകളൊന്നും കാണാറില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടറിൻ്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ELCB കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഹൈബ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം നമുക്ക് പ്രോപ്പറായിട്ട് സേഫായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ ഇനി ബാക്കിയുള്ള സിസ്റ്റം എല്ലാം മുകളിലാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മുകളിൽ പോയി നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കൺവേർഷൻ യൂണിറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണാൻ പറ്റും 3 കിലോവാട്ടിൻ്റെ ഏറ്റവും ചെറിയ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഇതിനകത്ത് 2 ബാറ്ററി 24 വോൾട്ടിൻ്റെ 2 ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പാനൽ വന്ന് വരുന്നത്. ഇവിടെ പാനൽ വന്ന് വരുന്ന കേബിൾസ് ഒന്നും കാണില്ല, കൺസീൽഡ് ആയിട്ടാണ്. ഈ വീട് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്തിട്ട് കൺസീൽഡ് ആയിട്ടാണ് ഇവിടെ കേബിൾസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് DC കേബിൾസ് വന്നിട്ട് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ SPD അതുപോലെ DC ഫ്യൂസ് കൊടുത്തിട്ട് നേരെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് കാണാൻ പറ്റും, ഇതാണ് നമ്മളെ പാനലിൽ നിന്ന് വരുന്ന കേബിൾസ്. ഇത് കണക്ട് ചെയ്തിട്ട് സിസ്റ്റം ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പവർ ഇവിടെ സോളാർ ഈ ഒരു ഐക്കൺ വരും. ഈ ഐക്കണിൽ നമുക്ക് കാണാൻ പറ്റും എത്ര എനർജി ജനറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ നിന്നും ഔട്ട് ചെയ്യണത് 2 തരത്തിലാണ്. സാധാരണ നമ്മൾ ഓൺ ഗ്രിഡിൽ കാണുമ്പോൾ ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. അതാണ് ACDB എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിസ്റ്റം. ഇതുവഴി നേരെ നമ്മളെ മീറ്ററിലോട്ട് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ കൺസീൽഡ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും AC ഔട്ട്പുട്ട് പുറത്തോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അഡീഷണൽ ഒരു അഡ്വാൻറ്റേജ് ആണ് വീട്ടിലേക്കുള്ള പവറും കൂടി ഇതിനകത്ത് എടുക്കുക. കാരണം ബാറ്ററി 24 വോൾട്ടിൻ്റെ ബാറ്ററി സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്കുള്ള പവർ എടുക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ടുള്ള പവർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഔട്ട്പുട്ട് സൈഡിൽ ഒരു MCB കൊടുത്തിട്ടുണ്ട്. ഈ MCB വഴിയാണ് നമ്മളെ വീട്ടിലെ നേരത്തെ കണ്ട DBയിലേക്ക് ഇതിൽ നിന്നും ഇൻവെർട്ടർ പവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു പവറിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററി 24 വോൾട്ട് ബാറ്ററിയുടെ DC സൈഡിൽ വരുന്ന ഒരു MCB ആണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ബാറ്ററി മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരുമ്പോൾ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ ഇത് നമ്മൾ ട്രിപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു ഭാഗത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ 1-2 ബാറ്ററികൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതില്ലാതെ ഡയറക്റ്റ് കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമ്പർ ഓഫ് ബാറ്ററീസ് കൂടുമ്പം വോൾട്ടേജും കൂടുതലായിരിക്കും. അപ്പം കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇതിനിടയിൽ ഒരു MCCBയോ അല്ലെങ്കിൽ MCB ഒക്കെ സപ്പോർട്ടിങ് സൈഡിൽ ബാറ്ററി സൈഡിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറൊരു മെയിൻ പാർട്ടാണ് എർത്തിങ്. അറിയാലോ, ഏത് സിസ്റ്റത്തിൻ്റെയും നമ്മുടെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് എർത്തിങ്. എർത്തിങ് സൈഡിൽ നമുക്ക് പാനൽ എർത്തിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ സൈഡിൽ നിന്നുള്ള എർത്തിങ്ങും എല്ലാം തന്നെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു മെയിൻ AC സൈഡിലുള്ള ഈ പറഞ്ഞ DB എന്നുള്ള SPD എർത്തിങ്, അതുപോലെ ഇൻവെർട്ടറിൻ്റെ എർത്തിങ്, ബോഡി എർത്തിങ്, ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു എർത്ത് ബെഞ്ചിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും സിങ്ക്രണൈസ് ചെയ്ത് ഒരൊറ്റ
എർത്തായിട്ട് നമ്മുടെ എർത്ത് പിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ DC എർത്തിങ് ഉണ്ട്. DC എർത്തിങ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരിട്ട് എർത്ത് പിറ്റിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് നമ്മുടെ പാനലിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ടോപ്പിലാണ് നമ്മൾ പാനൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റൂഫിലാണ്. ഇവിടെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു പാനൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മൊത്തം 6 പാനലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 3 കിലോവാട്ട് സിസ്റ്റം. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്നിങ് അറസ്റ്റർ തന്നെ നമ്മൾ ഡൗൺ കണ്ടക്ടർ 50 സ്ക്വയർ mm ഡൗൺ കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് നമ്മൾ സെപ്പറേറ്റ് എർത്ത് പിറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററും ഉണ്ട് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററും നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൂടുതൽ ഡസ്റ്റോ അല്ലെങ്കിൽ ഷെയ്ഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ പാനലിന് ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരുത്തണം. ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് പക്ഷി കാഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് അലർജിയുള്ള ഡസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു എല്ലാ സൈറ്റിലും പൊതുവെ നമുക്ക് കാണുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഈ വെള്ളം വന്നിട്ട് പാനലിൻ്റെ എഡ്ജിൽ വന്ന് നിന്നിട്ട് അവിടെ പൊടി കൂടിയിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ പരിഹാരമായിട്ടൊരു ക്ലിപ്പുണ്ട്, വാട്ടർ ഡ്രെയിനിങ് ക്ലിപ്പ് എന്ന് പറയും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് വെള്ളം ഓട്ടോമാറ്റിക്കലി വെള്ളം ഇവിടെ തട്ടുമ്പോൾ തന്നെ അതിൽ നിന്നും കുലിച്ചിറങ്ങുന്ന രീതിയിലൊരു ക്ലിപ്പാണത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ക്ലീൻ ചെയ്ത് ഈ ഒരു എല്ലാ ടോപ്പിലുള്ള എല്ലാ അഴുക്കും നമുക്ക് കളയാമെന്ന് വിചാരിക്കുന്നു.